എനിക്കിതാ മൂന്ന് മക്കളാണ് കണ്ട. മോളെ എനിക്ക് കാണാനോ ഒന്നിനും ചൈൽഡ് വിധിച്ചിട്ട് പോലും എനിക്ക് ഇവർ തരുന്നില്ല. അങ്ങനെ നമ്മുടെ ചെപ്പീന ജീവിയുടെ പുതിയ വാദം, താൻ വെറും ഒരു വ്യക്തിയല്ല, സോഷ്യൽ റെസ്പോൺസിബിൾ പേഴ്സണാണ്. അങ്ങനെയെന്നാൽ സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഇവർ പറയുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവരുടെ ഉത്തരവാദിത്തം എങ്ങനെയെന്നാൽ പുലഭ്യം പറയുക, ആരെയും മോശവൽക്കരിക്കുക, അപ്പം ഷാജിദ എന്നും രേണു സുനയെന്നും പറഞ്ഞ് മനുഷ്യരെ അവഹേളിക്കുക, അവിഹിതങ്ങൾ കണ്ടെത്തി പ്രചരിപ്പിക്കുക. പറഞ്ഞത് സത്യം തന്നെ. ഈ കാര്യങ്ങളിൽ വലിയ ഉത്തരവാദിത്ത ബോധമുള്ള ഒരാൾ തന്നെയാണ് ഇവർ. പിന്നെ വെറുമൊരു യൂട്യൂബർ മാത്രമല്ല, ഓൺലൈൻ ജേർണലിസ്റ്റ് കൂടിയാണ് നമ്മുടെ ഈ ജീവി. ഇതൊക്കെ പറയുന്നത് ഏതെങ്കിലും കണ്ണുപൊട്ടന്മാരോടാണെങ്കിൽ അംഗീകാരം കിട്ടിയേനെ. സ്വന്തം ചാനലിലെ വീഡിയോകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. ഒരു ജേർണലിസ്റ്റിൻ്റെയോ സാമൂഹിക പ്രവർത്തകൻ്റെയോ പ്രാഥമിക ചുമതല സമൂഹത്തിന് നന്മയേകുന്നതും അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതുമാണ്. എന്നാൽ ഇന്ന് ഇവരെ പോലുള്ള വ്യക്തികൾ ചെയ്യുന്നത് റേറ്റിംഗിനും വ്യൂസിനും വേണ്ടി വ്യക്തികളുടെ കുടുംബ പ്രശ്നങ്ങളെയും സ്വകാര്യതകളെയും പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യുന്ന രീതിയാണ്. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ചോ ഗാർഹിക പീഡനം മൂലം ജീവനെടുക്കുന്ന നിരപരാധികളുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചോ ഗൗരവമായ ചർച്ചകൾ നടത്താൻ ഇവർ തയ്യാറാകുന്നില്ല. പകരം ചില കുടുംബങ്ങളിലെ തർക്കങ്ങൾ മാത്രം ഏറ്റെടുത്ത് അതിനെ കൂടുതൽ വഷളാക്കുന്ന പ്രവണതയാണ് ഇവർ ചെയ്യുന്നത്. ഒരു കുട്ടിയെ സ്വന്തം അമ്മയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ക്രൂരതയാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉമ്മ നൽകുന്ന തണലും സുരക്ഷിതത്വവും മറ്റാർക്കും നൽകാൻ കഴിയില്ല. കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കേണ്ടത് നിയമപരമായ കൗൺസിലിങ്ങിലൂടെയും കുട്ടിയുടെ മാനസിക അവസ്ഥയെ പരിഗണിച്ചുമാണ്. എന്നാൽ അതിനെയെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കി മാറ്റുമ്പോൾ ആ കുട്ടിയുടെ ഭാവിയിൽ നേരിടേണ്ടി വരുന്ന മാനസിക ആഘാതം വളരെ വലുതാണ്. തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും കമ്മീഷനുകളെയും തെറ്റായ രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട വേദികൾ വ്യക്തിവൈരാഗ്യം തീർക്കുവാനുള്ള ആയുധങ്ങളാക്കി മാറ്റരുത്. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ഇടപെടലുകൾ വഴി ഒരു കുട്ടിയുടെ ജീവിതവും ഒരു ഗർഭിണിയായ ഉമ്മയുടെ മാനസികാവസ്ഥയും തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ താൽക്കാലിക കയ്യടികൾക്കും വേണ്ടി ഒരു കുട്ടിയുടെയും ഒരു ഉമ്മയുടെയും ജീവിതം വെച്ച് കളിക്കുന്നത് സാമൂഹിക ഉത്തരവാദിത്തമല്ല, മറിച്ച് കടുത്ത സാമൂഹിക ദ്രോഹമാണ്. സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഈ ഉമ്മയായ നജില എന്ന സ്ത്രീ പറയുന്നത്, തൻ്റെ ഇഷ്ടപ്രകാരം മറ്റൊരു വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവളെയും അവളുടെ കുഞ്ഞിനെയും സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് പരസ്യമായി വിചാരണ ചെയ്യുകയാണ് എന്നതാണ്. വർഷങ്ങളായി തിരുവനന്തപുരം സ്വദേശിയായ സ്ത്രീ ഇവർക്ക് നേരെ വിചാര ആരോപണങ്ങളും അവിഹിത കഥകളും യാതൊരു തെളിവുമില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. സത്യത്തിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതും നിയമപാലകർ മനസ്സിലാക്കേണ്ടതും ഇത്തരക്കാരുടെ വ്യക്തിവൈരാഗ്യത്തെക്കുറിച്ചാണ്. ചട്ടുകാലി എന്ന് വിളിച്ചതിൻ്റെ പിന്നാലെയാണ് ഒരു സ്ത്രീക്ക് ഇവരോട് കടുത്ത വൈരാഗ്യമുണ്ടായത്. അത് എങ്ങനെ ഇത്തരത്തിലേക്ക് മാറിയെന്നാൽ കാര്യം വളരെ വ്യക്തമാണ്. സ്വന്തം ചോരയിലുള്ള മകളെയും കൊച്ചുമകളെയും സംരക്ഷിക്കേണ്ടതിന് പകരം ഈ നജില എന്ന സ്ത്രീയുടെ ഉമ്മ ചെയ്ത കാര്യം നിങ്ങൾ നോക്കൂ. പുറത്തുള്ള മൂന്നാം കിട സോഷ്യൽ മീഡിയ ചാനലുകാരെ വിളിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു ഉമ്മയുടെ പ്രവൃത്തി ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. ഈ നജില എന്ന സ്ത്രീ ഈ കുട്ടിയെ ഉപദ്രവിക്കും എന്ന കാരണത്താലാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം നജിലയുടെ വീട്ടുകാർക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാണ്. ഈ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷിതക്കുറവോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പരാതി നൽകാൻ നാട്ടിൽ പോലീസും ചൈൽഡ് ലൈനും കോടതിയും അടങ്ങുന്ന ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട്. കുട്ടിയുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടേക്കാണ് പോകേണ്ടത്. അതിന് പകരം യൂട്യൂബിൽ വ്യൂസും പൈസയും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതം വിൽക്കുന്ന രണ്ടു ജീവികളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കുട്ടിയുടെ സംരക്ഷണമല്ല, മറിച്ച് ആ മകളോടുള്ള കടുത്ത പ്രതികാരവും അവളെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാനുള്ള പരക്കം പാച്ചിലുമാണ്. ഉമ്മയുടെ പുതിയ ഭർത്താവിന് മക്കളെ സ്നേഹിക്കാനും മടിയിലിരുത്താനും ചേർത്ത് പിടിക്കാനും വളർത്തച്ഛനായി വന്ന ഒരാൾക്ക് അവകാശമില്ലേ? അതിനെപ്പോലും ലൈംഗിക വൈകൃതത്തോടെയും അവിഹിത കണ്ണുകളോടെയും നോക്കിക്കാണാൻ ഈ പറയുന്ന യൂട്യൂബർമാർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നത് അവരുടെ വികലമായ മാനസിക അവസ്ഥയെയാണ് കാണിക്കുന്നത്. പവിത്രമായ ഒരു കുടുംബ ബന്ധത്തെയും സ്നേഹത്തെയും ഇത്രത്തോളം വക്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കടുത്ത മാനസിക രോഗമുള്ളവർക്കേ സാധിക്കൂ. നജില എന്ന സഹോദരി ഇപ്പോൾ പറയുന്നത്, 11 വർഷം ഞാൻ എൻ്റെ മക്കളെ സംരക്ഷിച്ച് പോരുമ്പോൾ ഇവരാരും എൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ വന്നില്ല എന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം മെനഞ്ഞുണ്ടാക്കിയത്
തീർച്ചയായും എൻ്റെ പുതിയ വിവാഹ ജീവിതത്തോടുള്ള കടുത്ത എതിർപ്പാണ് കാരണമെന്നും തൻ്റെ മകളെ പറഞ്ഞു വശീകരിച്ചിരിക്കുകയാണ് ഇവരെന്നുമാണ് ഈ സ്ത്രീ പറയുന്നത്. ഒരു സ്ത്രീക്ക് താങ്ങാവേണ്ട സ്വന്തം ഉമ്മയും കുടുംബവും തന്നെ അവൾക്കെതിരെ വ്യാജ കഥകൾ പ്രചരിപ്പിക്കാൻ സൈബർ ഗുണ്ടകൾക്ക് അവസരമൊരുക്കി കൊടുക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഇത്തരക്കാരുടെ ലക്ഷ്യം കുട്ടിയുടെ അവകാശ സംരക്ഷണമല്ല, മറിച്ച് വ്യൂവേഴ്സിനെ കൂട്ടാനും റേറ്റിംഗ് കൂട്ടാനും വേണ്ടി ഒരു കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുക എന്നത് മാത്രമാണ്. ചുരുക്കത്തിൽ സ്വന്തം മകൾ ജീവിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്ത കുടുംബവും അതിൽ നിന്ന് ലാഭം കൊയ്യാൻ നോക്കുന്ന സൈബർ മാഫിയകളും ചേർന്ന് ഒരു സ്ത്രീയുടെ ജീവിതമാണ് തകർക്കുന്നത്. ചെറിയ കുടുത്തക്കേടും പഠിക്കാതിരിക്കുമ്പോഴും എല്ലാ തള്ളമാരും അടിക്കുമ്പോൾ തന്നെയാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവൾക്ക് 3 പേർക്ക് ചെറിയ പണിഷ്മെന്റ് കൊടുക്കും. എങ്ങനെ, ഞാൻ റബ്ബർ വിളയിൽ പാലെടുത്തിട്ട് വരുമ്പോഴും നൈറ്റി കച്ചവടം ചെയ്തിട്ട് വരുമ്പോഴും 3 അടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് വെക്കും. അപ്പം ഞാൻ കുറച്ച് നേരം പറയും അങ്ങനെ നിന്നേ പറ്റൂ. കാരണം എന്താണ്, അവർ നാളെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ. അന്ന് ഈ തള്ള എവിടെ പോയിരുന്നു, അന്ന് ഈ ഉമ്മ എവിടെ പോയിരുന്നു? ഞാൻ എന്തുകൊണ്ട് 4-4.5 വർഷം ഒരു പോലീസിന്റെ വീട്ടിൽ താമസിച്ചു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് താമസിച്ചതെന്ന് അറിയാമോ? ഇവരാ ശല്യം കാരണം. ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാത്തത്? ഇവരെ ഇതുകൊണ്ട്. ഞാനൊരു സമയത്ത് ഇവരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ 3 മക്കളെ നിങ്ങൾ നോക്ക്, വാടക വീട്ടിൽ വന്ന് നോക്ക്. ഇവിടെ നൗഫലും എല്ലാവരുമായിട്ട് പ്രശ്നം. അപ്പോൾ വാടക വീട്ടിൽ വന്ന് നോക്ക്. ഞാനല്ല, ഉമ്മയും അവർ ഫാമിലിയായിട്ട് പ്രശ്നം. അവിടെ വന്ന് നോക്ക്. അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞതാണ്, അവനവൻ്റെ മക്കളെ വേണമെങ്കിൽ അവനോ നോക്കണം, കണ്ടവൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ പറ്റില്ല. ഇന്ന് അവൾ കുളിക്കാറായി, കഴിവാറായി. മസ്റൂറാക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, മുത്തുമോനുണ്ടായിരുന്നു, മിച്ചുമോനുണ്ടായിരുന്നു. ജന്മം നൽകിയ വാപ്പായ അവൾ ആണയിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മ അപ്പം കൂട്ടി മുട്ടിച്ചു കൊടുത്തു. അവൾക്ക് എന്താണ് അവൻ സംരക്ഷണം കൊടുത്തിട്ടുള്ളത്? അവനിക്ക് ഏറ്റവും ഉള്ള ഒരു പെങ്ങളുണ്ട്, മഞ്ജു എന്നാണ് പറയുന്നത്, മൻസില. അപ്പോൾ ആ കുട്ടീനെ അടിച്ചിട്ട് നാക്കെടുക്കാ പ്രാണി അടിച്ചിട്ട് കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യയുടെ ഇപ്പം കെട്ടിയോള വാക്കും കേട്ട് അടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നതാണ്. അത് ആര് പറഞ്ഞു? റഹീമിൻ്റെ ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ പബ്ലിക്കിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കുടിച്ച് 4-ാം കാലിൽ കുടിച്ചാണ് തൊലാക്ക് ചെയ്യുന്നത്. എൻ്റെ 2ാമത്തെ ജീവിതം തകർത്തതും അവനാണ്. മകളെയും ഭാര്യനെയും കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഇന്ന് 8,9 ലക്ഷം രൂപ അടുപ്പിച്ച് ജപ്തി കെട്ടോണ് ഈ വീട്. അന്ന് ഞാൻ തള്ളയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ മുമ്പ് ഞാൻ വീട് വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം തരണം. മസ്റുമോളെ എന്ത് ഇവിടെ ആക്കാത്തത്? മുത്തുമോനെ എന്താക്കാത്തത്? മുത്തുമോൻ എന്തുകൊണ്ട് തിരിച്ചു വന്നു? പിന്നെ വേറൊരു കാര്യം, എൻ്റെ വാപ്പാക്ക് സ്ട്രോക്ക് ഒന്ന് കൈവിറങ്ങിയാണ്, വരുമാനമൊന്നുമില്ല. മോളെ എങ്ങനെ പഠിപ്പിക്കും? ആര് പഠിപ്പിക്കും? ഗവൺമെൻറ് പഠിപ്പിക്കും. അതെ, ഗവൺമെൻറ് ഭാവി ഇത് നടക്കും. അടിനോടിൻ്റെ പ്രശ്നമുണ്ട്, ചെവിക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തോളാണ് ഞാൻ. മൂക്കി പ്രശ്നം, ഇതൊക്കെ പബ്ലിക്കിലുണ്ട്. 1 രൂപ നിവർത്തിയില്ലാത്ത സമയത്ത് ഇവരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു, 5,000 രൂപ തന്നിട്ടില്ല. തെണ്ടി പറക്കി. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഷംസ് പോയി. എൻ്റെ ഉമ്മ എന്നെ അടിച്ചിട്ടില്ലേ? അടി വയറ്റിൽ വരെ ചവിട്ടിയിട്ടുണ്ട് ഉമ്മ, കൊങ്ങ കയറി പിടിച്ചിട്ടുണ്ട് ഉമ്മ. ഞാൻ എന്തുകൊണ്ട് ഉമ്മച്ചിമാരുടെ അടുത്ത് നിന്ന് വളർന്നു? ഉമ്മച്ചിമാരുടെ അടുത്ത് നിന്ന് വളഞ്ഞാൽ അത്രയ്ക്ക് ഇത്ര വിലയുണ്ടാവും. കാരണം തള്ളമാരാകുമ്പം പഠിക്കാൻ പറയും, ശാസിക്കും, മൊബൈൽ യൂസ് ചെയ്യാൻ കൊടുക്കൂല. ഇതങ്ങനെ അല്ല. ഇന്നലെയും പല കോളുകൾ വിളിക്കുമ്പോഴും മോളാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്തിനൊരു കുട്ടിക്ക് അങ്ങനെ ഫോൺ കൊടുക്കുന്നു? ഞാൻ അടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടില്ല എന്ന് പറയണില്ല. മുത്തുമോനെ മിച്ചുമോനെ അടിച്ചിട്ടുണ്ട്. നിങ്ങളെ മക്കളെ അടിക്കൂലേ? കാരണം എനിക്ക് അന്നേ കളയാമായിരുന്നെങ്കിൽ അവരെയൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ സുഖം തേടി പോകാമായിരുന്നു. ഉറങ്ങിയിട്ടില്ല, എന്നാലും അറിയാമോ?